നമസ്കാരം. കോമഡി മൂവീസ് ടു വാച്ച്. ഒന്നാമത്തെ സിനിമ പഞ്ചവടിപ്പാലം. 1984 റിലീസായ സിനിമയാണ്. KG ജോർജാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രാമപഞ്ചായത്ത്, അവിടുത്തെ ഭരണപക്ഷം, പ്രതിപക്ഷം, അവിടെ നടക്കുന്ന അഴിമതി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്ത്യയുടെ അന്നത്തെ ദുരവസ്ഥ വരച്ച് കാണിച്ചൊരു സിനിമയാണ്. അന്നത്തെ ദുരവസ്ഥ എന്ന് മാത്രം പറയാൻ കഴിയില്ല, കാരണം ഇന്നും ആ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല. 2020 പാലാരിവട്ടം പാലം പൊളിച്ചപ്പോൾ KG ജോർജ് സാർ അത് മുൻകൂട്ടി കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള തമാശകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. മലയാളത്തിലെ കോമഡി സിനിമകളെ പറ്റി പറയുമ്പോൾ ഒരുപാട് സിനിമകളുണ്ട്. ശ്രീനിവാസൻ, സത്യൻ അന്തിക്കാട്, പ്രിയദർശൻ, അങ്ങനെ കോമഡിയിൽ ഫോക്കസ് ചെയ്ത ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട് നമുക്ക്. പക്ഷെ അങ്ങനെ പോപ്പുലറായി വിജയിച്ച സിനിമകളെ മാറ്റി നിർത്തിയിട്ട് കുറച്ച് അണ്ടർ അപ്രിഷ്യേറ്റഡ് ആയ സിനിമകളെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. അങ്ങനെ പറയുമ്പോൾ ആദ്യം പറയാവുന്ന ഒരു സിനിമയാണ് ഡബിൾ ബാരൽ. കാലം തെറ്റി ഇറങ്ങിയ സിനിമ എന്നൊക്കെ നമ്മൾ പറയുന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണം ദി OG നോ ലോജിക് ഒൺലി മാഡ്നസ് മൂവി. വീർഡായിട്ടുള്ള ക്യാമറ ആംഗിളുകൾ, എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള കളർ പാലറ്റ്, ഒരു സ്റ്റുപ്പിഡ് സ്റ്റോറി, ഇതൊക്കെ കൊണ്ട് നമ്മളെ രസിപ്പിച്ചൊരു അപ്സൈഡ് കോമഡിയാണ് ഡബിൾ ബാരൽ. അടുത്തതായി പറയുന്ന സിനിമയാണ് കനകം കാമിനി കലഹം. ഓവർ ദ ടോപ്പായിട്ടുള്ള കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ഒക്കെയാണ് ഈ സിനിമയുടെ പ്രത്യേകത. സിനിമയുടെ ഡയലോഗുകളിലൊക്കെ ഒരു നാടകീയത ഉള്ളതായി തോന്നും, പക്ഷേ സിനിമയുടെ പ്ലോട്ടിലും മേക്കിങ്ങിലും ഒക്കെ ആ നാടകീയത ഉള്ളതുകൊണ്ട് എല്ലാം മനോഹരമായി ചേർന്ന് പോകുന്നുണ്ട്. അങ്ങനെ പൊട്ടിച്ചിരിപ്പിക്കുന്ന തമാശ രംഗങ്ങളൊക്കെ കുറവാണ്, പക്ഷേ സിനിമയിലുടനീളം ആ ഒരു തമാശയുടെ ഫീലിംഗ് നിലനിർത്തുന്നുണ്ട് കനകം കാമിനി കലഹം. അഴകിയ രാവണൻ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ശങ്കർദാസ് എന്ന കഥാപാത്രത്തിനോട് ശ്രീനിവാസൻ്റെ അംബുജാക്ഷൻ എന്ന കഥാപാത്രം പറയുന്ന ഒരു സിനിമാ കഥയുണ്ട്, ചിറകൊടിഞ്ഞ കിനാവുകൾ. അത് പിന്നീടൊരു മുഴുനീള സിനിമയായി വന്നു, പലർക്കും അറിയുന്നുണ്ടാവില്ല. ചിറകൊടിഞ്ഞ കിനാവുകൾ വളരെ മനോഹരമായൊരു സ്പൂഫ് മൂവിയാണ്. സിനിമയിലെ സ്ഥിരം ഫോർമുലകളെയൊക്കെ വലിച്ചേറി ഒട്ടിക്കുന്നുണ്ട്. ഇനി നമുക്ക് ടാബുവായ വിഷയങ്ങളെ കൈകാര്യം ചെയ്ത രണ്ട് സിനിമകളെ പറ്റി പറയാം. ഒന്ന് മറിയം വന്ന് വിളക്കൂതിയും, അടുത്തത് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. മറിയം വന്ന് വിളക്കൂതി ഒരു സ്റ്റോണർ കോമഡിയാണ്. ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലൊക്കെ സ്റ്റോണർ കോമഡികൾ ആസ്വദിക്കുന്നവർ പോലും കഷ്ടപ്പെട്ട് മറിയം വന്ന് വിളക്കൂതിയെ കുറ്റം പറയുന്നത് കാണാറുണ്ട്. വളരെ ക്രിയേറ്റീവായ ഒരുപാട് തമാശ രംഗങ്ങളൊക്കെ ഉള്ളൊരു സിനിമയാണ്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ അവിഹിത ബന്ധങ്ങളും നമ്മുടെ കീഴ്വഴക്കങ്ങളുടെ ലോജിക്കില്ലായ്മയൊക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ കപട സദാചാര സംസ്കാര പൊയ്മുഖങ്ങളെ വലിച്ചു കീറിയ ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വലിയ വിജയം നേടിയില്ല. നമ്മളീ പറഞ്ഞത് കൂടുതലും അപ്സൈഡ് കോമഡികളാണ്, അല്ലെങ്കിൽ അപ്സൈഡിറ്റി കൂടിപ്പോയതുകൊണ്ട് പരാജയപ്പെട്ട സിനിമകളാണ്. അങ്ങനെ അല്ലാത്തൊരു സിനിമ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. പടയോട്ടം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീണ്ടിരിക്കുന്നൊരു പടയോട്ടമാണ് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട പ്ലോട്ട്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള മേക്കിങ്ങും റിലേറ്റബിൾ ആയിട്ടുള്ള തമാശകളൊക്കെ ഉള്ളൊരു സിനിമയാണ്. നമ്മളീ പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകളെ പറ്റി ഉള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഏതെങ്കിലും സിനിമ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും പറയുക. ഓക്കെ, ബൈ.